മിനിയും കുടുംബവും ഹാപ്പിയാണ്. തങ്ങളുടെ അധ്വാനത്തിന് 100% വിജയം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് പൂത്തുകായ്ച്ച് പൊന്നു വിളഞ്ഞത്. നമസ്കാരം. ഞാൻ ഈ കൃഷി ചെയ്യാൻ താല്പര്യമെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. മഴ കുറവ്, ചൂട് കാലാവസ്ഥ, പിന്നെ നമ്മുടെ ഇവിടെ ഈ കൃഷി അധികാരം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു പുതിയൊരു പരീക്ഷണം നടത്തി വിജയിക്കുമെന്ന് നോക്കിയതാണ്. പക്ഷേ നമുക്കത് 100% വിജയിച്ച് കിട്ടി. ഇപ്പം വെച്ചിട്ട് നമ്മളെന്ന് വെച്ചാൽ 9 മാസമേ ഉള്ളൂ. സാധാരണ 1.5 വർഷം അല്ലെ 2 വർഷം കൊണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ കായെടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 9 മാസം കൊണ്ട് അതിൻ്റെ പൂട്ട് പറിക്കാനുള്ള ഒരു ഇതായി. അത്രയും ബെറ്ററായിട്ട് നമ്മൾ നേരം അതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ നട്ട് അതിനെ പരിപാലിക്കുവാണെങ്കിൽ എത്രയും നന്നായിട്ട് വിജയിക്കുന്ന ഒരു കൃഷിയാണ്. പിന്നെ വലിയൊരു നമുക്കൊരു മാൻ പവർ വരുന്നില്ല. ആദ്യം നടുന്ന ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മളതിനെ വളം ചെയ്യുക, ബാക്കി പരിപാലനം മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 മാസം കൂടുമ്പോൾ വളമിട്ട് കൊടുക്കുക. ഒരു ചെടിക്ക് നമുക്ക് ഏകദേശം ഒരു 25-30 വർഷത്തെ ലൈഫുണ്ട്. അപ്പം മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ബെറ്ററായിട്ടുള്ളൊരു ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നല്ലതായിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പൂർണ്ണ സംതൃപ്തരാണ്. അതേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ തൈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ തൈ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റും. തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും നമ്മൾ 2-4 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള അതിൻ്റെ വളർച്ച എത്തി നമുക്ക് നല്ല രീതിയിൽ ഫലങ്ങൾ കിട്ടുന്നതാണ്. ഒരു പരീക്ഷണാർത്ഥമാണ് ഇവർ ഈ കൃഷി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ 100ഓളം തൈകളാണ് നട്ടു വളർത്തിയത്. പരീക്ഷണാർത്ഥമാണെങ്കിലും പൂർണ്ണമായും ശാസ്ത്രീയമായി തന്നെയാണ് കൃഷി ചെയ്തത്. അത് വിളഞ്ഞത് പ്രതീക്ഷയ്ക്കുമപ്പുറം. കൃത്യമായി വളവും മറ്റ് പരിപാലനങ്ങളും നന്നായി ചെയ്തു. വിളവെടുപ്പും ആഘോഷമായി തന്നെ നടത്തുകയും ചെയ്തു. വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ നിർവഹിച്ചു.